സംഭാഷണ മധ്യേ ഒരാളൊരു കുശലം ചോദിച്ചു. സാർ അധികവും തീർത്ഥാടനത്തിലാണ് അല്ലേ എന്ന് ചോദിച്ചു. എവിടെയോ സംസാരിക്കാൻ പോയതായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ പ്രഭാഷണങ്ങൾ നിരന്തരമില്ലാത്ത ഗ്യാപ്പ് വന്നാൽ ഏതെങ്കിലും വനപ്രദേശത്തേക്ക് പോകാറുണ്ട്. അയാളോട് പറയേണ്ട കാര്യം ധന്യമീതനത്തിൽ പറയാമല്ലോ എന്നിപ്പൊ തോന്നി. ഇത് കേൾക്കുന്ന എത്ര പേർ തീർത്ഥാടനം ചെയ്യുന്നുണ്ട് എന്ന് പൊതുവെ ചിന്തിക്കുന്നത് നല്ലതാണ്. വടക്കേ ഇന്ത്യയിലെ ക്ഷേത്രങ്ങള് തീർത്ഥങ്ങൾക്കാണ് പ്രാധാന്യം. കേരളം വിട്ടാൽ വടക്കേ ഇന്ത്യയിൽ. ദക്ഷിണേന്ത്യയില് ദൃശ്യത്തിന് പ്രാധാന്യം കൂടും, ഗോപുരങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. തിരുവണ്ണാമല, മധുര, ഏത് ക്ഷേത്രങ്ങൾക്കും ഗോപുരത്തിന്റെ ഉയരം പ്രാധാന്യം ഉണ്ട്. ഇതിലെവിടെ പോയിരുന്നാലും, ദക്ഷിണേന്ത്യയിലും വടക്കേ ഇന്ത്യയിലും വ്യത്യസ്തത പറഞ്ഞിരുന്നാലും, എവിടെ പോയിരുന്നാലും നാം പോകുന്നത് തീർത്ഥാടനം ആകണം. ഇവിടെ തീർത്ഥം എന്ന് പറഞ്ഞാൽ, അടനം എന്ന് പറഞ്ഞാൽ സഞ്ചാരം എന്നാണ് അർത്ഥം. തീർത്ഥത്തിലേക്കുള്ള, തീർത്ഥം കിട്ടാനുള്ള സഞ്ചാരമാണ് തീർത്ഥാടനം. ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്നതിനെ തീർത്ഥം എന്ന് പറയുന്നു എന്നൊരർത്ഥം മാത്രമല്ല, ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദത്തെ തീർത്ഥം എന്ന് വിളിക്കാനും ഇതാണൊരു കാരണമാണ്. പക്ഷെ ക്ഷേത്രങ്ങളില്ലാത്ത സ്ഥലത്തേക്ക് പോയാലും അത് തീർത്ഥാടനമാണ്. കാരണം അർത്ഥം പറഞ്ഞിട്ടായിരിക്കണം പോണത്. ഇന്ന് സ്കൂൾ കുട്ടികൾ വിനോദയാത്ര എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ഥലത്തേക്ക് പോകും. അതിനെ തീർത്ഥാടനം എന്നൊന്നും പറയാറ് ഇല്ല. കോളേജിൽ നിന്ന് സംഘമായിട്ട് പോകും. ഇപ്പോ ഒരാൾ വിളിച്ചു, യാത്രയുടെ ഇടയിലാണ്, നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് കാശ്മീരിലേക്കാണ് പോണത്. തീർത്ഥാടനം എന്നുള്ള വാക്ക് അദ്ദേഹം പറഞ്ഞില്ല. തീർത്ഥം തേടിയുള്ള അടനം എന്ന് പറഞ്ഞാൽ ഈ തീർത്ഥം നമ്മുടെ കയ്യിൽ വരുന്ന തീർത്ഥം മാത്രമല്ല. ഭക്ഷണം കഴിക്കുന്നു, വായിൽ ഉമിനീര് വരുന്നു, സന്തോഷമുണ്ടാകുന്നു, കണ്ണുനീര് വരുന്നു. ഇതൊക്കെ തീർത്ഥാടനത്തിന്റെ വിപുലമായ അർത്ഥത്തിൽ വരും. തീർത്ഥങ്ങളാ. വളരെ സന്തോഷം വന്നു, കണ്ണു നിറഞ്ഞു. ഈ തീർത്ഥാടനത്തിന് രണ്ട് മുഖങ്ങൾ ഉണ്ട്. സൂക്ഷ്മമായ തലം. എല്ലാരും പറഞ്ഞു അങ്ങോട്ട് പോവുകയാണെന്ന്. അപ്പൊ ഒഴിവുണ്ട്, കാറിൽ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. ഞാനങ്ങോട്ട് കയറി. തീർത്ഥാടനത്തിന്റെ സൂക്ഷ്മമായുള്ള തലം ഇതല്ല. നാമജപം ഉണ്ടാകണം. ആ തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ ഉപാസനാമൂർത്തിയെ കാണാൻ പോണേനാണ് പൊതുവെ തീർത്ഥാടനം. സ്ഥലങ്ങളൊക്കെ കാണാം, എല്ലാ സ്ഥലവും കാണാം. കന്യാകുമാരി മുതൽ ഹിമാലയം വരെയുള്ള എല്ലാ സ്ഥലവും കണ്ടിട്ട് എൻ്റെ ഒരു പുസ്തകമുണ്ട്, കന്യാകുമാരി മുതൽ ഹിമാലയം വരെ. അത് മുഴുവൻ തീർത്ഥാടനമാണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ല എന്നും പറയാം. കാരണം ചിലത് സൂക്ഷ്മതലത്തിൽ പരാജയമാവും.
ചിലത് സ്ഥൂലമായിട്ട് വിജയമായിരിക്കുകയും ചെയ്യും. സൂക്ഷ്മം, സ്ഥൂലം രണ്ട് തലമുണ്ട്. ഉപാസനാ ദേവതയെ കാണാൻ വേണ്ടി ഒരു ദിവസം നിശ്ചയിച്ചാൽ നമ്മുടെ മനസ്സ് പറയണം, അല്ലെങ്കിലേ 24 മണിക്കൂറും അതാണ് ചിന്ത. ഇനിയിപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് 25-ാം തീയതിക്ക്. അപ്പൊ ഇനിയിപ്പോ 10 ദിവസം കൂടിയുണ്ട്. ഈ 10 ദിവസവും എന്തായിരിക്കണം ചിന്ത? ബാക്കി ജോലികൾ ചെയ്യണ്ടെന്നല്ല, ഒരാൾ നിശ്ചലനായിട്ട് വീട്ടിലിരിക്കണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. സൂക്ഷ്മമായിട്ട് ഉപാസനാമൂർത്തിയുടെ മന്ത്രം ജപിച്ചുകൊണ്ട് ഇരിക്കണം. ആ സൂക്ഷ്മ മന്ത്രം വഴിയാണ് ഉപാസനാമൂർത്തിയെ നാം വിളിക്കുന്നത്, ക്ഷണിക്കുന്നത്. ഈ മന്ത്രം എങ്ങനെ ജപിക്കണം, അതന്നെ ചിന്ത. ശബരിമലയിലേക്കാണ് തീർത്ഥാടനമെങ്കിൽ മാലയിടുന്നതിന് മുമ്പ് വേണം. മാലയിട്ട് കഴിഞ്ഞാൽ ഉപാസനാമൂർത്തി അല്ല ചിന്തിച്ചു പോകരുത്. ആ നാമജപം, കീർത്തനങ്ങൾ ചൊല്ലുമ്പോഴാണ് ഇതിന് സമ്പൂർണത കിട്ടുക. ഇതിന് ക്ഷേത്രത്തിന്റെ മുമ്പിൽ 4 മണിക്കൂർ ഇരിക്കുന്നു. 4 മണിക്കൂർ എന്താ ചെയ്ത്? നാട്ടുകാരെ മുഴുവനെ പറഞ്ഞു. പറയാൻ ആളെ കിട്ടിയില്ലെങ്കിൽ അവിടെ നിന്നിട്ടൊക്കെ ചിന്തിച്ചു. സൂക്ഷ്മതലത്തിൽ അത് പരാജയം ആണ്. അങ്ങനെ ഏത് സ്ഥലത്ത് പോയാലും അതിനെപ്പറ്റി ചിന്തിക്കുക. ഒരു ശ്രാദ്ധമാണെങ്കിൽ പോലും വീട്ടിലെ ശ്രാദ്ധം എന്തിനാണ് നടത്തുന്നത്? ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധ. മരിച്ചുപോയവർക്ക് വേണ്ടിയാണ്, പിതൃക്കൾക്ക് വേണ്ടിയാണ്. അവരുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കണം, അതിലേക്ക് ശ്രദ്ധ വേണം. അതിൽ നിന്നാണ് ശ്രാദ്ധം എന്നുള്ള വാക്ക് വന്നത്. ശ്രദ്ധ ഇല്ലെങ്കിലോ? അതുകൊണ്ട് ഏത് തീർത്ഥാടനമാണെങ്കിലും ആര് സ്ഥാപിച്ചു ക്ഷേത്രം അറിയണത് നല്ലതാണ്. ഇന്ന ആളാണ് സ്ഥാപിച്ചത്. ആ സ്ഥാപിച്ച മഹാൻ വ്യക്തിയെക്കുറിച്ച് ഒന്ന് ആലോചിക്കുക. മിക്കവാറും തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് ഒരു സ്ഥലപ്പേരുണ്ടാവുമല്ലോ. ആ നാടിന്റെ പേരും ചിലപ്പോൾ അത് ആയിരിക്കും. മധുര, ആ സ്ഥലപ്പേരിനെ വന്നത് മധുര മീനാക്ഷി ഉണ്ടായതുകൊണ്ട്. എന്ത് മധുര എന്ന് പേരിടാൻ കാരണം? പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം മധുരം മാത്രമാണ്. ഇവിടെ മധുരമല്ലാതെ മറ്റൊന്നുമില്ല. അവിടെ മധുരം എന്ന് പറഞ്ഞാൽ ആനന്ദമാണ്. മീനാക്ഷി, മീനിന്റെ കണ്ണുകൾ മാതിരിയുള്ള കണ്ണുകള് അടയില്ല, എപ്പോഴും തുറന്നു നിൽക്കുന്നു. ആ മീനാക്ഷിയുടെ കഥകളൊക്കെ നമ്മൾ ചിന്തിക്കണം. സൂക്ഷ്മം, സ്ഥൂലത്തിന് 2 വശമുണ്ട്. സ്ഥാപന തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ ആ സ്ഥലം കണ്ടു, സൂക്ഷ്മതലത്തിൽ നാമം ജപിച്ചു, കാണ്ടൊക്കെ കണ്ടു. ഇന്നപ്പെട്ട രാജാവ് കെട്ടിയിട്ട കെട്ടിടമാണ്. ആ വിഗ്രഹം കണ്ടു, അവിടുത്തെ മനുഷ്യനിർമ്മിത അത്ഭുതം കണ്ടു. കൂട്ടത്തിൽ കൂടെ ജംഗമ തീർത്ഥാടനം, അതിന് വലിയ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നുണ്ട്. അവിടെ ജീവിച്ചിരിക്കുന്ന മഹത് വ്യക്തികളുമായിട്ട് നമ്മൾ സത്സംഗം നടത്തണം. ജംഗമം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ മാത്രം കിട്ടാവുന്ന മഹാത്മാക്കൾ ഉണ്ടാകും. ചില മഹാത്മാക്കൾ നമ്മൾ പോയ ക്ഷേത്രത്തിന്റെ അവിടെ ചെന്ന് വരികയുണ്ടാവില്ല, അവരുടെ തിരികെ.
അവരായിട്ട് സംസാരിക്കാൻ അവസരമുണ്ടാകണം. അവര് ജീവിതത്തിനെ എങ്ങനെ കാണുന്നു എന്ന് മനസ്സിലാക്കണം. ആ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ അവിടെ ഉണ്ടാവുകയും അവരെ കാണുകയും ചെയ്യുമ്പോഴാണ് പൂർണ്ണത കിട്ടുന്നത്. അപ്പൊ ജംഗമ തീർത്ഥാടനവും സ്ഥാവര തീർത്ഥാടനം, സ്ഥാവര സ്ഥിരമായിട്ട് അവിടെയുള്ള ഗോപുരങ്ങള് തീർത്ഥങ്ങളൊക്കെ സ്ഥാവരത്തിൽ വരും. ജംഗമത്തില് അതിനെപ്പറ്റി ഏറ്റവും അധികം ചിന്തിച്ച വ്യക്തികൾ, നമ്മൾ സാധാരണഗതിയിലൂടെ നഗരത്തിൽ പോയവര് ആ നഗരത്തിലെ പ്രധാനപ്പെട്ട തത്വചിന്തയും ഒക്കെ ആയിട്ട് താല്പര്യമുള്ള വ്യക്തികളെ നമ്മൾ കാണണം. ഇപ്പൊ അങ്ങനെ കാണുന്നവരുണ്ട്. ഇത് ഒത്തിണങ്ങുമ്പോഴാണ് തീർത്ഥത്തിലേക്കുള്ള പഠനം, സഞ്ചാരം പരിപൂർണമാവുക. ചിന്തയ്ക്ക് വിട്ടുവാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.